ഈ കൃഷ്ണകുമാറിനെതിരെയും കുടുംബത്തിനെതിരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പരാതി 3-ാം തീയതി കൃഷ്ണകുമാർ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇവർ ഒരു കൗണ്ടർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചു, ഈ മക്കൾ അടക്കമുള്ള 6ഓളം പേർക്കെതിരെയാണെന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷിക്കുന്നതും ഇതൊരു വലിയ വാർത്തയായി മാറുന്നതും. അപ്പോൾ ഇവരുടെ ഈ ഒരു കൗണ്ടർ അറ്റാക്ക് തന്നെ പൊളിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുങ്ങിയതിന് ശേഷം ആ ഒരു സ്ഥലത്ത് നിന്ന് മാറിയതിന് ശേഷം ഇവർ ഒരു അഭിഭാഷകൻ മുഖേന തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് കൃഷ്ണകുമാർ ഇവർ കൊടുത്തൊരു കൗണ്ടർ കേസിൻ്റെ പുറത്ത് അവിടെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൃഷ്ണകുമാറും ദിയാകൃഷ്ണയും മുൻകൂർ ജാമ്യാപേക്ഷ ഈ കോടതിയിൽ തന്നെ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ 2 കേസിലും 2 മുൻകൂർ ജാമ്യാപേക്ഷയിലും വെള്ളിയാഴ്ചയാണ് കോടതി ഒരു തീർപ്പുണ്ടാകുന്നത്. എന്നാലും ഇവരുടെ അഭിഭാഷകൻ പറയുന്നത് പോലും ഇവരുടെ അക്കൗണ്ടിലേക്ക് ഈ കൃഷ്ണകുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും ആരോപണം പോലെ 26 ലക്ഷം രൂപയൊന്നും വന്നിട്ടില്ല, 66 ലക്ഷം രൂപയൊന്നും വന്നിട്ടില്ല. ഇവരുടെ അക്കൗണ്ടിലേക്ക് 27 ലക്ഷം രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു തട്ടിപ്പ് നടന്നു എന്ന് പറയുന്ന ഒരു കാലയളവിൽ. അത് നടന്നിരിക്കുന്നത് 2024 മെയ്ക്കും ഈ കഴിഞ്ഞ മാസം 25-നും മധ്യയുള്ള സമയത്തിലാണ് ഈ ഒരു തട്ടിപ്പ് ആ ഒരു OBOC എന്ന ഇമിറ്റേഷൻ ജുവലറി വിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ നടന്നതെന്നാണ് കരുതപ്പെടുന്നത്.